ഇത് അച്ഛൻ്റെ അമ്മ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എടുത്തിട്ട്. പക്ഷെ ഈ 300 വാഴ ഞാൻ നനച്ചിരുന്നു. ഇപ്പൊ തൈകളൊക്കെ നഴ്സറിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. ഇന്നിപ്പോൾ രാവിലെ കഞ്ഞിക്ക് നമ്മുടെ വിയറ്റ്നാമേറിൽ നിന്ന് ഒരു ചക്ക ഇടാന്ന് വെച്ചിട്ടാ. കാരണം നമുക്കറിയാം നമ്മുടെ വിയറ്റ്നാമേറിൽ കൊല്ലത്തിൽ 3 പ്രാവശ്യം ചക്ക ഉണ്ടാവും എന്നുള്ളത്. അത് മാത്രമല്ല ഇവർക്ക് താങ്ങാനും കൂടി പറ്റാറില്ല. അത്രയും ചെറിയൊരു എന്താ പറയുക തൈയാണല്ലോ നമ്മുടെ വിയറ്റ്നാമേറിൽ. അപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കടടക്കം ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി വീഴും. അപ്പോൾ ഇതിന് തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക 1 2 3 4 5 6 7 8 9 ചക്ക തന്നെ ഈ ഒരു ഇതിമയുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇപ്പുറത്തും അങ്ങനെ മൊത്തം ഞങ്ങൾ എപ്പോഴും എണ്ണാറുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 24 ചക്കയുണ്ട് നമ്മുടെ ഈ പ്ലാവുമ്മേ. മുകളിലായാലും ഇതാ ഓരോ കൊലയുമേ എണ്ണം കൂടുതലുണ്ടാവും. അതാണ് കുഴപ്പം. ഒറ്റയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് പിന്നെയും താങ്ങാനുള്ള ശക്തി ഉണ്ടാവും. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇതുമെന്ന് ഒരാൾ ഇട്ടുകൊണ്ട് വന്നു വെച്ചു. ഈ ചക്ക എന്താ പറയുക പഴുക്കേണ്ട പാകമല്ല, ഉപ്പേരിയുടെ നല്ല പാകമായിട്ടോ. കുരിയും ചോളൊക്കെ കൂടി വയ്ക്കാവുന്ന പാകത്തിലുള്ളതായിട്ടോ നമ്മൾ എടുത്തു പോകണേ. പിന്നെ അധികം വലിപ്പില്ല. ഇത് വലുതാ, ഇതധികം വലിപ്പില്ല. നമ്മുടെ ചക്ക ഉണ്ടല്ലോ വെട്ടി വന്നപ്പോഴേ നന്നായിട്ട് ചോളയുണ്ട് കേട്ടോ. കണ്ട, അത് മാത്രമല്ല നല്ല കനം കുറഞ്ഞ ചോളയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയൊരു ഉപ്പേരി വയ്ക്കാം. ഒപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല പാകം, അതായത് കുരു നമുക്ക് കറി വയ്ക്കേണ്ട പാകം, പിന്നെ അതേപോലെ വറക്കാൻ പറ്റിയൊരു പാകമായിരുന്നു. അപ്പം ഞാനുണ്ടല്ലോ ഇതേ ചക്ക വറക്കാനുള്ളതും അതേപോലെ തന്നെ ചക്കക്കുരു ചക്കച്ചോളയും കൂടി ഒരുമിച്ച് നന്നാക്കിയിട്ട് കറി വയ്ക്കാനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ചീനിച്ചട്ടി ഞാൻ ഒരുമിച്ചിതാ തീ കത്തിച്ച് അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. 2 ചീനിച്ചട്ടി ചൂടാവട്ടെ കേട്ടോ. 2 ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചീനിച്ചട്ടിയിലാണ് നമ്മൾ ചക്ക വറക്കണേ. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചക്ക ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അത്രയും തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ. പിന്നെ നമ്മുടെ ചക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലും കൂടി ചതച്ച് തന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മളിതാ എരിവിന് അനുസരിച്ച് ഇതാ 2 ടീസ്പൂണ് കുത്തിപ്പൊടി മുളകാണ് അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ നോക്കിയേ ചക്ക വറക്കാനുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ട പൊന്തി വന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ കൃത്യം പാകാന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക. 2 സ്റ്റെപ്പായിട്ട് വറക്കാവുന്ന രീതിയിലാട്ടോ. ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എങ്കിലും നന്നായി പൊളച്ച് വരുള്ളത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം. എൻ്റെ ഇതൊക്കെ നോക്കിയാൽ കണ്ട പൊളച്ച് വന്നിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണ കാരണം എനിക്ക് കുഴപ്പമില്ല, ഞാനിതൊക്കെ ശീലമാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കണവരാണെങ്കിൽ ഇങ്ങനെ 2 കൂടി ഒരുമിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കായിരിക്കും. ഓരോന്നാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചക്കയിലേക്കുള്ളത് നോക്കിയേ കണ്ട, ഇതേപോലെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ്സിൻ്റെ അവിടേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ചക്കക്കുരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തോളാം. ഞാനിതാ കുറച്ച് ചക്കയിലുള്ളൂ, അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് ആവി വന്നു എന്ന് കഴിയുമ്പോൾ നമുക്കൊരു തീ കുറവിൽ വയ്ക്കണം. പിന്നെ നോക്കിയേ, ഇപ്പുറത്ത് ഞാൻ കയ്യില തപ്പണേ, ഇതാ ഇപ്പുറത്ത് നോക്കിയേ, കണ്ടാ ഇങ്ങനെ ഒരു ഓടി തുടങ്ങണ പോലത്തെ സൗണ്ട് കണ്ട. ഈ സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതാ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും, നിർബന്ധമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇടണം എന്നുള്ളത്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. ഉപ്പും കൂടി കലക്കിയിട്ടുള്ള വെള്ളമാണ്, അത് നമുക്കിതിലേക്ക് തെളിച്ചു കൊടുക്കാം. എന്നിട്ടിതാ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞോടുകൂടി നമ്മുടെ ചക്ക വറുത്ത് എടുക്കാറാവും കേട്ടോ. നല്ലൊരു കളർ വന്നില്ലേ. നമ്മളിതിൽ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ദാ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ വേണ്ട നല്ല സൗണ്ട് ഇങ്ങനെ ഇതേപോലൊരു സൗണ്ട് ആകുമ്പോൾ നമുക്കിതാ ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. നന്നായി പൊളച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പേരി. കേട്ടോ പാത്രത്തിലേക്ക് ഇടുമ്പോഴേ തന്നെ അറിയാം നമുക്ക് ആ സൗണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് വെളിച്ചെണ്ണയ്ക്ക് നല്ല ചൂടിൽ തന്നെ ഇരുന്നോട്ടെ. വെളിച്ചെണ്ണ നല്ല തിളച്ചിരിക്കണം, എങ്കിൽ മാത്രമാണ് എന്താ പറയുക ഇതേപോലെ കണ്ടെന്നൊക്കെ ഞാൻ എടുത്ത് കാട്ടി തരാം കേട്ടാ. ഉണ്ടാ പൊളച്ചിട്ട് കിട്ടുള്ളൂ നമുക്ക്. മുന്നേ ചെയ്ത പോലെ തന്നെ നോക്കിയേ, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്ന് ഓടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉപ്പേരി. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളമായിരിക്കും തെളിച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടിയതും പോയിരിക്കും കേട്ടോ. നമ്മൾ ഉപ്പ് കലക്കുമ്പോഴേ ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വായിൽ വെച്ച് നോക്കുക. അപ്പോൾ ചെറിയ ഉപ്പ് രസം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ പാകം. നമുക്കുണ്ടല്ലോ ഇതാ നമ്മുടെ കണ്ട മെഴുക്ക് പുരട്ടി വെന്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളേ ഈ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉള്ളി വെളുത്തുള്ളി വേപ്പില ഇത് മൂന്നും കൂടി നന്നായി ചതയ്ക്കുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ എടുക്കുക, പ്രത്യേകിച്ചും ചക്കുപ്പേരിക്കിട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ട വെള്ളം ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് പോയി കഴിയണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വറുത്തത് എടുക്കാറേ കേട്ടോ. ഇതാ അങ്ങനെ എന്താ പറയുക, പ്രതീക്ഷിക്കാത്തൊരു ചക്ക വറക്കാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചക്ക ഉപ്പേരി വയ്ക്കുക എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇട്ടതെന്ന്. പിന്നെ നമ്മളുണ്ടല്ലോ ഇപ്പോൾ കഞ്ഞി കുടിക്കണില്ല കേട്ടാ. കാരണം നമ്മുടെ പറമ്പിൽ വെയിലൊക്കെ വരുമ്പോഴേക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളിത് കഴിക്കണമല്ലോ. ഷായട്ടും പറമ്പിൽ തന്നെയാണ്. ഇതൊക്കെ അങ്ങോട്ട് ഒതുക്കി വയ്ക്കട്ടെ. നമ്മുടെ പറമ്പിലുണ്ടല്ലോ നിറച്ച് കൂണ് മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ കുറേ പേര് വിരിഞ്ഞു, കുറേ പേര് ഇങ്ങനെ മുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കണില്ല. കാരണം എന്താണെങ്കിൽ ഒരു വട്ടം കൂണ് കഴിച്ചിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ട് വന്നാൽ കാരണം ഷായിട്ട് സമ്മതിക്കണില്ല. പക്ഷെ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഇങ്ങനെ വരുന്ന കൂണുകളല്ല നമുക്ക് കൂടുതലും കറിയൊക്കെ വെച്ച് തന്നിരുന്നത്. ഞാൻ പക്ഷെ അന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള കൂണ് കഴിച്ചിട്ടായിട്ട് എനിക്ക് അങ്ങനെ ഒരു അലർജിയുടെ ഒരു ബുദ്ധിമുട്ട് വന്നത്. എങ്കിലും നമുക്കൊരു പേടി. അപ്പോൾ നോക്കിയേ, ഈ ഇങ്ങനെ കുറേ ഈ വാഴയുടെ കൂട്ടത്തിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് നിറച്ച് മുളച്ചേക്കുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഇങ്ങനെ വരുന്നതും കാണുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കണില്ല. പക്ഷേ ഇവിടെ ആരെങ്കിലോടും പറഞ്ഞു നോക്കണം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം അവർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. അയ്യോ അയ്യോ അല്ലുവിനെ വിളിച്ചപ്പോൾ നോക്കി അവരായിട്ട് സൗണ്ട് എടുക്കണല്ലോ. ഇത് ഞാനുണ്ടല്ലോ നമുക്ക് അടിച്ചു വരി കുറച്ച് ചവറൊക്കെയും വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ നമ്മൾ എന്ത് പച്ചക്കറി തൈകൾ വെച്ചാൽ അവരൊക്കെ അടക്കിൽ നമ്മൾ ഇടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അല്ലു ഇപ്പോൾ മഴയൊക്കെ മാറിയ കാരണം ഇപ്പോൾ നമ്മൾ പിന്നാലെ പതുക്കെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. മറ്റേതാൾക്ക് ഇപ്പോൾ ഉറക്കാണല്ലോ മഴക്കാലത്ത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്മായും കുറച്ച് മണ്ണിലൊക്കെ വിതറാനുണ്ടായിരുന്നു. കാരണം പുതിയതായിട്ട് ഇനി പച്ചക്കറി തൈകൾക്ക് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിലേ തന്നെ നമ്മൾ ഒരാഴ്ചയോളം മണ്ണൊക്കെ ഇങ്ങനെ കൊത്തി ഇളക്കിയിട്ട് അതിൽ കുമ്മായൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കും. ഇനിയിപ്പോൾ എന്നിട്ടെന്നറിയോ, നമ്മൾ കാബേജും കോളിഫ്ലവർ തൈയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നടണം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നടാൻ പോവാം. കേട്ടോ, ഇത് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ചാല് കോരിയൊക്കെ. അപ്പോൾ ഇത് ഷായേട്ടൻ ഒരാഴ്ച മുന്നേ ചാല് കോരിയതായിരുന്നു. അതിൽ കുമ്മായൊക്കെ ഞാൻ മുന്നിട്ടുള്ളൂ. അതേപോലെ ഇതിൽ കുമ്മായൊക്കെ ഇട്ട് ഇതാ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ കോളിഫ്ലവർ തൈയും കാബേജ് തൈക്ക് നട്ടുകൊടുക്കാൻ അറിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നടന്നേക്കാളും മുന്നായിട്ട് ഞാനിതാ കുറച്ച് എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞാലേ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് കൂടുതൽ. അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കുമ്പോൾ അങ്ങനെ കീടങ്ങൾ വരില്ല. കുറവ് വരാറുണ്ട് നമുക്ക് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതാ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അധികം ശാവണ്ട കേട്ടോ, കണ്ട, കാരണം അവർ കുഞ്ഞി തൈകളല്ലേ. എത്രയേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ അവരെ വളർച്ചയ്ക്കനുസരിച്ച് പിന്നെ നമുക്ക് ചെയ്യാമല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കൊത്തിളക്കാട്ടോ. അപ്പോൾ ഇത് കൊത്തിളക്കാൻ വേണ്ടി ഞാൻ ഷായേട്ടിനെ വിളിക്കണില്ലേ. കാരണം നന്നായിട്ട് മണ്ണിളക്കി എന്താ പറയുക ഷായിട്ട് കൊത്തിളക്കി ഇട്ടിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്ക് തന്നെ കൈക്കോട്ട് കൊണ്ട് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൊത്തിളക്കി കൊടുത്താൽ മതി. നോക്കിയേ നമ്മുടെ തൈകൾ കേട്ടോ. ഇപ്പോൾ തൈകളൊക്കെ നഴ്സറിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നട്ടുകൊടുക്കാം. ഇതേപോലെ കിട്ടും. ഒരു 1.25 അടി അകലത്തിലായിട്ട് നമ്മൾ നട്ടു കൊടുക്കുന്നത്. കാരണം ഒരു ഇലയൊക്കെ വലുതായി വരുമ്പോൾ അത്രയും ഗ്യാപ്പ് കിട്ടണമല്ലോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ തൈകളൊക്കെ നടൽ കഴിഞ്ഞു. അപ്പുറത്ത് നട്ടുണ്ട്, ഇവിടെ നട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പണ്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ കോളിഫ്ലവറും അതേപോലെ തന്നെ കാബേജ് തൈകളൊക്കെ മഞ്ഞക്കാല കൃഷികളാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ ആ മഞ്ഞ്, അതേപോലെ രാവിലെ ഇളം വെയിൽ, ഇതൊക്കെ കിട്ടേണ്ട ഒരു സ്ഥലത്ത് നട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവർ നല്ല വളർച്ച വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ നട്ടിട്ടുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ 2 തെങ്ങൊക്കെ ഉണ്ട്, അതിനിടയിലത്തെ തണലും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണ് നമ്മൾ നട്ടു കൊടുത്ത് നോക്കണേ. പക്ഷെ അങ്ങനെ നടാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇപ്പം എന്തുട്ടാ പിന്നെ ഇവർക്ക് നനച്ച് കൊടുത്തോളൂ കേട്ടോ. നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ. പിന്നെ നമ്മുടെ ചക്ക കൂട്ടാനല്ലേ, വേഗം അങ്ങോട്ട് പോവാം. അപ്പം ഞങ്ങളിതാ പണികളൊക്കെ കഴിഞ്ഞ് കഞ്ഞി പിടിക്കായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ആദ്യത്തിന് കേട്ടോ, അതായത് വർഷക്കാലം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചക്കി ഉണ്ടായതാണ് ഇപ്പോൾ. അത് ഫസ്റ്റത്തെ. ഇനി തുടർന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്ക്.
ചക്ക ശരിക്കും നമുക്ക് കൊല്ലത്തിലൊരു വട്ടമല്ലല്ലോ ഇപ്പോൾ നമ്മൾ ചക്ക കഴിക്കണേ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആ അപ്പോൾ ചക്ക ഇങ്ങനെ ഒരു സ്റ്റോപ്പില്ലാത്ത പോലെ തോന്നണു. അപ്പം ഞാൻ എന്താ ചക്ക വറുത്തതും എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് ഗോതമ്പ് കഴിഞ്ഞ ഞങ്ങളുടെ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇവർക്കൊരു സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴല്ല കേട്ടാ കൃഷി ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണ് ഇതേപോലെ. അന്നത്തെ കൃഷി വെച്ച് നോക്കുമ്പോൾ ഇന്നും ഒന്നും ചെയ്യണില്ല എന്ന് പറയാം. അതൊക്കെ കുറച്ചുള്ള ശരിക്കും ഞങ്ങള് മുൻപ് അന്നൊന്നും വീഡിയോ പിടിക്കലില്ല, ഫോട്ടോകളാണ്. ഫോട്ടോ എടുത്ത് വയ്ക്കാറുണ്ട്. അതന്നെ അതൊക്കെ ഞങ്ങൾ കാണിച്ചു ഇന്ന് കാട്ടി തരാം കേട്ടാ, ഫോട്ടോകളൊക്കെ കാട്ടി തരാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാര്യം കേട്ടാ, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഷായിട്ടിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ തറവാട് വീട് എൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നേന്ത്രവാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഷായിട്ട് കടയിൽ പോകുന്ന ടൈമാ. അപ്പം എന്നോട് പറഞ്ഞിട്ട് പോണൊരു ഓർമ്മ ഉണ്ടാ, ആ വാഴക്കൊക്കെ നനച്ചോളൂ കേട്ടോ അത് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഫസ്റ്റത്തെ കൃഷി എന്ന് പറയുന്നത് ഇവിടെ അതായിരിക്കും, ആ വാഴ നനയ്ക്കല്. അതിനുശേഷം പിന്നെ ഷായേട്ടൻ്റെ കൂടെ പിന്നെ എന്താ പറയുക കൂടിയ പിന്നല്ല അങ്ങനെയല്ല, പിന്നെ അതങ്ങനെ തുടർന്നുകൊണ്ട് ഇരുന്നിരുന്നു. അപ്പോൾ ആ ആൽബക്കും കാട്ടിത്തരുന്നുണ്ട്. ഇത് ഇല്ലേ കണ്ട അത്ര രസമായിട്ടുള്ള കറി കേട്ടാ. കറി എന്ന് പറഞ്ഞാൽ ചക്കര കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇപ്പൊ കിട്ടാത്ത സമയത്താകുമ്പോ കിട്ടുമ്പോ ഭയങ്കര. അപ്പൊ ഇതിന്റെ കൂടി ടേസ്റ്റ് ഇതുണ്ടാ നല്ല പോളച്ചിരിക്കുന്നുണ്ട്. എന്റെ മൈക്ക് വേണ്ടി കേട്ടാ, നല്ല സൗണ്ട് ഉണ്ട് കേട്ടാ, നല്ല പോളച്ചിട്ട്. ഇപ്പൊ ഞങ്ങളെ കഞ്ഞൂടി കഴിഞ്ഞിട്ട് ബലി പറയണമെന്നില്ല ഞങ്ങൾ ആൽബം കാട്ടിത്തരാട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ കൃഷിയുടെ ആൽബം കാട്ടിത്തരാന്ന് പറഞ്ഞിരുന്നല്ലോ കുറേ വർഷം മുന്നേ ഉള്ളത്. അപ്പോൾ ആൽബമൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട വന്നു. അപ്പോൾ ഷായിട്ട് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കണത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഷായിട്ടിനും കൂടി അടുത്തുണ്ടെങ്കിൽ ഒരു സുഖമുള്ളത് കാരണം കേട്ടോ. ഇപ്പോൾ എത്തും ഷായിട്ട് വന്നു. നമ്മുടെ ആൽബട്ടാ. ഇപ്പം ഈ കാണുന്നത് ഫുള്ള് കോളിഫ്ലവറാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ക്യാബേജ്. പിന്നെ ഇപ്പുറത്തേക്ക് പറക്കട്ടെ ക്യാബേജ്. ഒത്തിരി ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മളന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മോനായിട്ടാ മൂത്താള്. അവനന്ന് പഠിക്കുന്നത് 5-ല്. പിന്നെ ഇതാ വേണ്ടാ നമ്മള് ഇതിലൊരു 300 ക്യാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. കുറേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഷായിട്ടാ. 300 ക്യാബേജ് 100 കോളിഫ്ലവറാണ് അന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാനാട്ടാ. അതെ, നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി വരുന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. എങ്കിലും അന്ന് പിടിച്ചു വെച്ചത് എനിക്ക് തോന്നുന്നത് അന്ന് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഓർമ്മകൾക്കായിട്ടായിരുന്നു അന്ന് പിടിച്ചു വെച്ചത്. ഇപ്പോഴത്തെ പക്ഷേ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലേ. ഇനി അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ കോളിഫ്ലവറൊക്കെ ഇത്തിരി അടുത്തേക്ക് പിടിക്കാൻ പാടില്ല. നല്ല വലിപ്പമുള്ള കോളിഫ്ലവർ തന്നെയായിട്ട് നമുക്ക് അന്നും ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മതിൽ കണ്ടറിയാം. ഈ മതിലിൻ്റെ ഭാഗത്താണ് നമുക്കിപ്പോൾ മത്തങ്ങയ്ക്ക് നിൽക്കുന്നത്. ആ മതിൽ ഭാഗത്താണ് നമ്മൾ കോളിഫ്ലവറും ക്യാബേജൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞനുസരിച്ച് അടുത്ത കൃഷി ചെയ്തു. അങ്ങനെ വഴുതിരിങ്ങ, പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവറും ക്യാബേജും കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചോളം, അതേപോലെ തന്നെ ചീരൂട്ടാ. ക്യാബേജ് എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് അത് കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ വെക്കുന്നതാണ് നമ്മൾ ഇതൊക്കെയാ. അപ്പോൾ ഇതിലൊക്കെ കതിര് വന്നു തുടങ്ങി. ഇതിൽ നോക്കി താഴെ നോക്കുമ്പോൾ വേണ്ടല്ല, അത് കതിര് വന്ന് തുടങ്ങിയൊരു ടൈം. ഈ മുകളിൽ കാട്ടിയത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ആ ഒരു ടൈം കേട്ടാ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമുക്ക് അന്ന് അങ്ങനെ പിടിച്ചു വയ്ക്കാനായിട്ട് തോന്നിയിരുന്നു.
അതെ, ഞങ്ങൾ അന്നേ പിടിക്കുമ്പോഴും പറയണ്ടേ നമുക്ക് കുറേ കഴിയുമ്പോൾ ഒരു ഓർമ്മകൾ എന്നാണ് ഞങ്ങൾ അന്നേ പറയാറ്. ഇതാ മോന് അവിടെ നിൽക്കണത് ചോളം ഉണ്ടായി നിൽക്കണൊരു ഭാഗം ഇത് ഷായിട്ട് ചോളത്തിന്റെ കടക്കിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് കണ്ട വെള്ളം കുടിക്കാതിരിക്കണത്. അന്ന് ഷായിട്ട് മീശയൊന്നും ഇല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചറിയാം. പണ്ട് ഷായിട്ട് മീശ വയ്ക്കാറില്ല. പിന്നെ ഇപ്പുറത്ത് തക്കാളിയൊക്കെ നമുക്ക് അത്ര അധികം ഉണ്ടായിരുന്നു കേട്ടോ. എന്തുമാതിരി തക്കാളി ഉണ്ടായിരുന്നു അറിയോ. ഇത് പച്ച കളറിലാണ് നിൽക്കുന്ന ടൈമിൽ എടുത്ത് വെച്ചത്. ആ തക്കാളികൾ പഴുത്ത ടൈമിലാണ് ഇത് കണ്ട നന്നായിട്ട് തക്കാളി നമുക്ക് സൂക്ഷിച്ച് നോക്കിയറിയാം. ചെയ്യുമ്പോ നമുക്ക് ഇവിടെ മണ്ണടിച്ചിട്ട് ഒരു തടസ്സങ്ങളില്ല. അതന്നെ എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു. ഒറ്റ വൃക്ഷങ്ങളില്ല, നല്ല വെയില് 4 ഭാഗത്തു നിന്നും കിട്ടിയിരുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. ഇതൊക്കെ കണ്ടത്. പിന്നീട് നമ്മള് ചോളൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇതാ വീട് ചീരും വാഴയാണ് പിന്നെ വെച്ച് കൊടുത്തോണേ. അതേ സ്ഥലത്ത് കണ്ട അതേ മതില് നമുക്ക് ആ ഫോട്ടോകളൊക്കെ നോക്കി അറിയാം. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു വർഷത്തെ കൃഷി മാത്രമായിട്ട് നമ്മൾ ഈ കാണിക്കണത്. ചോളാനും ഒക്കെ ആയിട്ട് പിന്നത്തെ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തത്. ആ കൊള്ളി മതിലിന്റെ അരുവത്ത് നോക്കി കഴിഞ്ഞാൽ കൊള്ളി വെച്ച് നോക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഓരോന്നും പോയി കഴിയുന്നതനുസരിച്ച് നമ്മൾ വെച്ചിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്റെ 2ാമത്തെ ആളായിട്ട് നിൽക്കണേ. അവൻ 3ൽ പഠിക്കുന്ന ടൈമാണ്. ഞാൻ കണ്ട നിൽക്കണേ. ഇത് ഏത് സ്ഥലം എന്നറിയോ? നമ്മള് ഇപ്പോ വേറൊരു പറമ്പിൽ നിന്ന് വേണ്ട നമ്മൾ കൃഷി ചെയ്യണില്ലേ, ആ ഒരു പറമ്പാണ് ഇട്ടത്. ഇവിടെ ഞങ്ങള് ഫസ്റ്റ് വാഴ വെച്ച ഒരു 300 വാഴ വെച്ചിരുന്നു. അതന്നെ 300 നേന്ത്രവാഴ കണ്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൽബം കണ്ടതിന് ശേഷം ഞാൻ ആ വിശേഷങ്ങളൊക്കെ പറയാട്ടാ. അപ്പൊ അതേപോലെ നോക്കിയ ആ വാഴകളൊക്കെ വലുതായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അതിന്റെ ഇടയില്. പിന്നെ ഇതിന്റെ ഇടയിൽ നോക്കിയ ഷായിട്ടൻ ആ വാഴയുടെ ഇടയിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ ചെത്തിക്കൂട്ടിയിരുന്ന ഭാഗം ആണ് ഇത് കേട്ടാ. പിന്നെ എൻ്റെ മോൻ നോക്കിയ മൂത്താള് അവനെ കൊണ്ട് അന്ന് ചെറുതിലെ അച്ഛൻ്റെ ഒപ്പം കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിരുന്നു വാഴകൾ. ആ ഒരു ഭാഗം ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഞാൻ വേറൊരു ആൽബം കൂടി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കാട്ടിത്തരുന്നുണ്ട്. പിന്നെ മോൻ തന്നെയായിട്ട് നിൽക്കണ കൈക്കോട്ടി പിടിച്ച് നിൽക്കണ ഒരു ഭാഗം. അയ്യോ എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിലേക്ക് ശരിക്കും മനസ്സ് പോവാ. വാഴയൊക്കെ നല്ല ഉഷാറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാഴ. പിന്നെ ഈ ഒരു തണ്ണിമത്തൻ്റെ ഈ ഒരു ഭാഗം ഇതെൻ്റെ മോൻ്റെ അന്നത്തെ ഒരു കലാവാസന കേട്ടാ. അവൻ തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 2 കണ്ണ് മൂക്ക് വായൊക്കെ ആയിട്ട് സ്കൂൾ വിട്ട് വന്നിരിക്കുന്ന ടൈം അത് യൂണിഫോം ഇട്ട് നിൽക്കണതാ. ആ സമയത്ത് തണ്ണിമത്തൻ കൊണ്ട് ഉണ്ടാക്കിയത് അവൻ മുഖംമൂടി പോലെ വെച്ചിരിക്കാനുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ആൽബം. പിന്നെ നമുക്ക് ഇനി ഒരു കോഴികളുടെ ഒരു ആൽബം കൂടി കാട്ടിയാലേ കേട്ടാ. ഇതാണ് നമ്മുടെ കോഴികളുടെ കേട്ടാ. കോഴികൾ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു നമുക്ക്. അന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര പ്രത്യേകതയായിരുന്നു. കോഴികളുടെ എണ്ണത്തിലല്ല പ്രത്യേകത, ഓരോ കോഴിക്കും ഭയങ്കര ഭംഗി കൂടിയായിരുന്നു കേട്ടോ. കാരണം ഇവരെ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് അയച്ചിട്ട് വളർത്തിയായിരുന്നു. അന്നത്തെ കണ്ട കൂടൊക്കെ ഇതേ ഇതിൽ കാട്ടിത്തരാം. ഈ ഒരു കൂട് നമ്മൾ അന്ന് കെട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ. പക്ഷെ വേറെ 2 കൂടുണ്ട് കണ്ട, ഈ താഴെ നിൽക്കണ ഈ കൂട്. ഈ 2 കൂട്ടും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ എക്സ്ട്രാ ഒരു നെറ്റ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ കെട്ടിയിട്ടില്ല. വലിയൊരു നെറ്റ് നമ്മൾ കുറേ എടി എടുത്തിട്ട് കെട്ടി വെക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അയച്ചു വിടുമ്പോൾ അവരിങ്ങനെ എന്താ പറയാ പറന്ന് നടക്കാന്ന് പറയില്ലേ, അത്ര സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടായിരുന്നു അന്ന് നമ്മൾ കോഴികളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഭംഗി എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, ഇപ്പം ഇവിടെ ഒരു കോഴിയുടെ ഫോട്ടോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂട്ട് നോക്കിയേ കേട്ടാ. അതായത് പ്രത്യേക ഭംഗിയത് ഈ നമ്മളിങ്ങനെ കോഴികളെ വളർത്തുമ്പോൾ കൊത്തുകോഴി, അതേപോലെ തന്നെ കരിങ്കോഴി, ബ്രോയിലർ കോഴി, പിന്നെ അതേപോലെ ഗിരിരാജ, അങ്ങനെ പലതരം കോഴികളും കൂടി മിക്സ് ചെയ്തിട്ട് വളർത്തിയിരുന്ന കാരണം ഇവരുടെ ഒക്കെ ക്രോസ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അന്നത്തെ കോഴികൾക്ക്. പിന്നെ ഈ 2 ഭാഗത്തിന് ഇപ്പോഴും എടുത്ത് പറയണം, ഇവർ 2 പേരും ഇപ്പം നമ്മുടെ കൂടിയുണ്ട്. അതേപോലെ ഈ താറാവുണ്ട്. എത്ര വർഷമായി. അപ്പം ഈ മോളെന്ന് പറയുന്നത് താഴെയുള്ള അനിയൻ്റെ മോളാണ് മിന്നു. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. കണ്ട അവൾ അന്ന് എത്രയോ ചെറുതാണ്. അപ്പം അത്രയും വർഷം മുന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ. അപ്പം ഈ വാത്തുകളുടെ വയസ്സൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അപ്പം ഇവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിലൊക്കെ ഇപ്പോഴും ഇവരെ കാണാൻ പറ്റും ഈ ഭാഗത്തിലേക്ക്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു പേജ് കൂടി ഞാൻ മറിക്കാം. ഒരു കൃഷിയുടെ തന്നെയാണ് കേട്ടാ. ഇത് 2ാമത്തെ മോനാട്ടാ. അവനന്ന് ചെറുത് കണ്ട പയർ, നമ്മുടെ പച്ചപ്പയറാണ് ഈ ഉണ്ടായി നിൽക്കുന്നത്. ഫുള്ള് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോഴും പയറൊക്കെ നന്നായിട്ട് ഉണ്ടാവില്ല, അതേപോലെ തന്നെ അന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ചോളം, പിന്നെ അതേപോലെ ഇതാ പടവലങ്ങ. ഈ പടവലങ്ങ ഒരു കാറ്റിയാലായിട്ട് നല്ല നീളത്തിലാണ് ഈ പടവലങ്ങ ഉണ്ടാവാറ്. പിന്നെ അതേ കൈപ്പയ്ക്ക. അന്നൊരുക്കെ എന്താ പറയുക, അന്ന് ഫോട്ടത്തിൽ നിൽക്കാൻ മടിയില്ല, കാരണം നമ്മൾ മാത്രമല്ല കാണുള്ളൂ. അങ്ങനെ
ഇപ്പോഴാണ് അവർക്ക് മടി വീഡിയോയിൽ നിൽക്കാൻ. ഇപ്പോൾ ഇതൊക്കെ കണ്ട് ചുവപ്പ് ചീര, അതുപോലെ പച്ചച്ചീര, അതൊക്കെ മതിൽ ഭാഗത്ത് ഓരോ വർഷം പിന്നിടുമ്പോൾ ഉണ്ടായിരുന്നതായിട്ട് ഇതൊക്കെയും. പിന്നെ നോക്കിയേ, ഇത് കണ്ട മിന്നുമോള് ചെറുതൊരു ചേന, ഇത്രയും വലിപ്പമുള്ളൊരു ചേന കേട്ടാ. പിന്നെ ഇത് വിരിഞ്ഞിരിക്കണ ഭാഗം കാട്ടി തരാം. അപ്പം മിന്നുമോളെ അതേപോലെ തന്നെ നമ്മൾ നിർത്തിയിട്ട് അതിൻ്റെ അടിയിൽ അങ്ങനെ ഫോട്ടോ എടുത്തു. പിന്നെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേണ്ട ഷായിട്ടിന് മിന്നുമോള് നിൽക്കണത് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളന്ന് ഫോട്ടോ എടുക്കാനുള്ള കാരണം. കാരണം അത്ര അതേപോലെ അന്ന് ആ ചേന പറിച്ചപ്പോഴോ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലുപ്പം ചേനയ്ക്കും ഉണ്ടായിരുന്നു എന്താ. പിന്നെ ഇതേന അവിടെ ഷായിട്ട് നനയ്ക്കാൻ നിൽക്കണത്. അന്നത്തെ പ്രത്യേകത വീശില്ലാത്തൊരു മുഖത്തിൻ്റെ ഒരു ചായ, അത്രയാണ് എനിക്ക് വ്യത്യാസം തോന്നുന്നുള്ളൂ ഷായിട്ടിന്. പിന്നെ പപ്പായ, അന്നുകൊണ്ട് നമുക്ക് പപ്പായ ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ കാര്യം. കാണില്ല സത്യം, ഷായിന്റെ കൈക്കോട്ടില്ലാണ്ട് കാണില്ല. ഇപ്പൊ നമ്മൾ കണ്ടപ്പോൾ അറിയാലോ, എപ്പോഴും കൈക്കോട്ടുണ്ട്, അന്നും എന്നും ഒരു മാറ്റമില്ലാത്ത ഷായിട്ടിനെ കളക്കേണ്ട കാര്യത്തില്. നമുക്ക് അടുത്ത പേജ് മറിക്കാം. ഈ പേജ് മറിക്കുമ്പോൾ നോക്കിയേ, നമ്മുടെ ചോന്നപ്പയർ കണ്ടാ. അയ്യോ, ഇതില് ഇപ്പോഴായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഇതേപോലെ ചോന്നപ്പയർ ഉണ്ടാവാറുണ്ട് നമുക്ക് വീട്ടിലിട്ടാ. പക്ഷെ എത്രയോ വർഷം മുന്നും നമുക്ക് എങ്ങനെയാണോ കൃഷി നമുക്ക് ചെയ്ത് കിട്ടിയിരുന്നത് അത്. പക്ഷെ അന്നത്തെ പോലെ ഇന്നും വിളവുണ്ട്, ഇത്ര വെക്കണില്ല, അത് മാത്രം ഇപ്പോൾ. പിന്നെ നോക്കിയത് തക്കാളി ഉണ്ടാ. പിന്നെ എന്നെ നോക്കി എന്നെ വല്ല മാറ്റങ്ങളുണ്ടോയെന്ന് അറിയില്ല കണ്ടാ. പച്ചപ്പയർ പൊട്ടിച്ച് നിൽക്കണതാട്ടെ ഞാനിത്. പിന്നെ ഇതാ നമ്മുടെ കോളിഫ്ലവർ പൊട്ടിക്കാൻ വന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ. പിന്നെ എൻ്റെ മോൻ കണ്ട, ഞാൻ പറഞ്ഞില്ല ഒരു പടവലിങ്ങ, ഭയങ്കര നീളമുള്ള പടവലിങ്ങയായിരുന്നു കാട്ടിയരാന്ന് കണ്ട. നല്ല നീളമാണ്, അവൻ്റെ ഇത്രയും ഇതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പയറൊക്കെ ഇതാ, വെണ്ട, അതുപോലെ വെള്ള വഴുതനങ്ങ, കയ്പ്പയ്ക്ക, പയർ, അങ്ങനെയൊക്കെ നമ്മുടെ മേശമല്ല അടുക്കളയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഫോട്ടോകൾ. ഇനി നമുക്ക് അടുത്ത പേജ് മറിക്കാം കേട്ടോ. ഇത് കണ്ട, അന്ന് നമ്മൾ ചീര ഉണ്ടായ അത്രയും വർഷം മുന്നേ പോലും നമുക്ക് ചീര ഉണ്ടാവുമ്പോൾ നമ്മളിതാ പുറത്തുള്ള വീടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദേശമായിട്ട് കൊണ്ടുവന്ന് നിൽക്കണതായിട്ട് ഇത് വണ്ടിയുമ്മ വെച്ച് ഇതാ ഇപ്പുറത്ത് നോക്കിയേ കണ്ട. നമ്മളന്നും ഒരു പച്ചക്കറി വേസ്റ്റാക്കായിരുന്നില്ല. ഇന്നത്തെ പോലെ തന്നെയായിട്ട് അന്ന് ഒരു മാറ്റം നമുക്ക് തോന്നില്ല ഉണ്ടായതായിട്ട്. പിന്നെ ഈ ഒരു ഷായേട്ടനും മിന്നുമോളും കൂടിയിട്ട് ഒരു പേരത്തൈ വയ്ക്കുന്നതാ. ഈ പേരമത്തെ കായാണ് നമ്മൾ പൊട്ടിക്കുന്നത്, നല്ല വലിയ വലിയ കായായിട്ട് അത് മറ്റേ ഇപ്പുറത്തായാലും അതിൻ്റെ ഒരു ഫോട്ടോ. പക്ഷെ ഈ തൈ വയ്ക്കണ അന്ന് പരിസ്ഥിതി ദിനമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ദിവസം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് വെച്ചൊരു ഓർമ്മയാണ് ഈ പേര. ഇതാ മിന്നുമോളി ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ആൽബം എന്ന് പറയുന്നത് ഫാമിലി ആൽബമാണ്. ഒത്തിരി പേജുകളുണ്ട്. എങ്കിലും ഞാൻ അതായത് നമ്മുടെ ഈ ഫാമിലിയിലെ എല്ലാവരുടെ അംഗങ്ങളും ഈ ഒരു ആൽബത്തിലുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ ഉണ്ടാവും കൂട്ടാ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ഞങ്ങളുടെ ഒരു ഫാമിലി വീഡിയോ കാട്ടിത്തരാം. ആ വർഷത്തെ കേട്ടാ. അച്ഛൻ, അമ്മ, ഷായേട്ടൻ, എൻ്റെ മൂത്ത ആള്, രണ്ടാമത്തെ ആള്, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു ആ വർഷത്തെ ഞങ്ങളുടെ ഓണാവില്ല, വിഷുവിനാന്ന് തോന്നുന്നുണ്ട്. ഇത് വിഷുവിൻ്റെ ഞാൻ ഓണത്തിൻ്റെ ഞാൻ കാട്ടിത്തരാം കേട്ടാ. പേജ് വായിക്കട്ടെ. ഓണത്തിൻ്റെ വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ ഈ ഒരു ഫോട്ടോ കേട്ടോ അച്ഛൻ്റെ അമ്മയുടെയും. ഇത് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. കണ്ട പച്ചക്കറി സദ്യയായിട്ട് ഞാനൊന്ന് വെച്ചിട്ടുള്ളത്. കാരണം അമ്മയ്ക്ക് പച്ചക്കറി സദ്യയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഇലക്കിട്ട് അച്ഛൻ്റെ അമ്മേന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. പിന്നെ കാട്ടിത്തരാം. ഇതാണ് ഞങ്ങളുടെ വർഷത്തെ ഓണത്തിൻ്റെ കേട്ടാ. അമ്പലത്തിൽ പോയി വന്നിട്ട് അപ്പം തന്നെ അപ്പോഴത്തെ അച്ഛനൊക്കെ ഡ്രസ്സ് മാറിയിട്ട് ഇരിക്കണം, അമ്മയ്ക്കും ഞങ്ങളൊക്കെ അതേ ഡ്രസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് പണ്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ്റെ അമ്മേരക്കും കൂടെ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് അപ്പം തന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ അച്ഛൻ്റെ അമ്മേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളന്ന് അങ്ങനെ ഡ്രസ്സ് മാറാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ വർഷത്തിൽ നമ്മളിങ്ങനെ എടുത്തു വയ്ക്കണമായിരുന്നു. എല്ലാ വർഷവും ഉണ്ടാവട്ടെ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഓരോ ഫോട്ടോകൾ ആ വർഷത്തെ. അപ്പം ഇനി ഈ ഒരു ആൽബം നോക്കുമ്പോൾ നമുക്ക് കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ ഇഷ്ടംപോലെ വരും. അങ്ങനെ ആൽബറയ്ക്കാം. അപ്പോൾ നമ്മുടെ ആൽബം കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ കൃഷി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തുടങ്ങിയ ഒരു സംഭവമല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു ലക്ഷ്യമായിട്ട് നമ്മുടെ കൃഷി. നമ്മളതിൽ കാട്ടിയിട്ടുള്ളത് ഒരു 13 കൊല്ലം മുൻപുള്ളതാ കൃഷിയാണ്. പക്ഷെ ഇന്നിപ്പോൾ ആൽബം മറച്ചപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേക സുഖം. കാരണം നമ്മൾ അന്നത്തെ ആ ഒരു ഞങ്ങൾ ആ ആൽബം നോക്കി കഴിഞ്ഞിട്ടും കുറേ നേരം അന്നത്തെ കാര്യങ്ങളായിരുന്നു കുറേ സംസാരിച്ചത് ലക്ഷ്യമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമായിരുന്നു അന്നത്തെ ഒരു അംശമില്ലേ ശരിക്കും ഇന്നത്തെ കൃഷി.
അത് ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുമോ, നമുക്ക് എപ്പോഴും വീഡിയോകളൊക്കെ എടുത്ത് വെക്കണേക്കാളും നല്ലത് ആൽബങ്ങളായിട്ട് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇടയ്ക്ക് മറിച്ച് നോക്കാമല്ലോ. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഞങ്ങൾ കാട്ടി തന്നത് നമ്മുടെ കാബേജും കോളിഫ്ലവറും കൃഷിയായിരുന്നു. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെന്ന് പറഞ്ഞാലേ കാബേജൊക്കെ ഒരു 300 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 300 വെച്ചിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ ഒരു 100 അങ്ങനെ വെച്ചിരുന്നു. കോളിഫ്ലവറും കാബേജൊക്കെ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയായിരുന്നു. ആ ഒരു വർഷത്തെ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലല്ലായിരുന്നു നല്ലതും. അപ്പോൾ നമ്മൾ അടുത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയുക, അവർക്ക് 2 ദിവസം കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ മേടിക്കാൻ മടി, നിങ്ങൾ എന്തെങ്കിലും പൈസ മേടിക്കുമെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കൊല്ലം ഒരു 15,000 വരെ പച്ചക്കറി കൊടുത്തു. അതായത് എല്ലാ സാധനത്തിനും 10 രൂപ മാത്രം. കാരണം അവർക്ക് നമുക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു മടി, വെറുതെ ഇങ്ങനെ തരുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാബേജിനും കോളിഫ്ലവറിന് ചീരയ്ക്ക് എല്ലാത്തിനും 10 രൂപയായിട്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് മേടിക്കാൻ മടിയില്ല. അങ്ങനെ അവർ പറയാണ്, ഇടയ്ക്ക് വന്ന് ചോദിച്ച് നമ്മുടെ ആ ചീര തരുമോ എന്ന് ചോദിക്കാൻ അവർക്ക് മടിയില്ല. അങ്ങനെ ആ ഒരു വർഷം മാത്രം നമ്മളങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരിക്കലും അതൊരു വരുമാന മാർഗമായിട്ട് കാണാനായിട്ട് അന്ന് നമ്മുടെ ഒരു സന്തോഷത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വരുമാന മാർഗമായിട്ട് ചെയ്തിരുന്നില്ല. നമുക്കാണെങ്കിൽ വെറുതെ ഇരിക്കാനും തോന്നാറില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇത്ര അധ്വാനിച്ചതല്ല എന്നിട്ടല്ലേ കൊടുക്കണമെന്നുള്ള അങ്ങനെയില്ല, ഉണ്ടായാൽ മതി. അങ്ങനെ കാണാനുള്ള ഇഷ്ടം ചെയ്ത് കഴിഞ്ഞിട്ട് അത് കിട്ടുമ്പോഴത്തെ ഒരു സുഖല്ലേ, അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ട് ഇപ്പൊ ഓരോ പണി ചെയ്യുമ്പോ അത് നീ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഷായട്ടിന് ഫ്രീ ഉള്ള ടൈമിൽ ഷായട്ടൻ ചെയ്യണു, എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ ചെയ്യണു. ഒരിക്കലും ഒരു നിർബന്ധമില്ല. കാരണം അതെടുത്ത് പറയാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഞാൻ കിതപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര സ്പീഡാണ്. എന്നോട് എല്ലാവരും ചീത്ത പറയുന്ന ഒരു കാര്യമാണ്, എന്തൊരു സ്പീഡാണ് ചെയ്യാനായിട്ട്, ഇത് എന്തിനാ എത്ര സ്പീഡിൽ ചെയ്യുന്നത്. പക്ഷെ അതെനിക്കൊരു ശീലമായി പോയ കാരണേ അങ്ങനെ ചെയ്യും. അപ്പോൾ വീഡിയോ കൊണ്ട് ചെല്ലുമ്പോൾ ചില സമയത്ത് നമുക്ക് അതിൻ്റെ ഇടയിൽ പറയേണ്ടതായിട്ട് വരുമ്പോഴാണ് ആ ഒരു കിതപ്പ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തിനാണ് ഇതേപോലെ പണിയണേന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കതൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ആൽബം കാണുമ്പോൾ എന്തൊരു സുഖം. അപ്പം ഞാൻ പറയുക അതിനോട് ഇതേപോലെ എന്നൊരു 14 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ അതേപോലെ നമ്മൾ അറിയില്ല. ചിലപ്പോൾ ഒരു 14 വർഷം കഴിയുമ്പോൾ ഇതേപോലെ അന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒത്തിരി ഫ്രൂട്ട്സ് തൈകൾ കൂടുതൽ വെച്ച് തുടങ്ങി. അപ്പോൾ ഇത്രയും ഇനി വെച്ചുണ്ടാക്കാനും പറ്റില്ല. നമ്മൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കല്ലേ, അപ്പോൾ ഇനി ഇത്രയധികം കൃഷി ചെയ്യാനായിട്ടുണ്ടാവില്ലേ ഒരു കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ കോഴീനെ കുറിച്ചിട്ട് പറയാം. എന്താ പറയുക, അത്രയധികം വെറൈറ്റി കോഴികളായിരുന്നു നമുക്ക് ആകെപ്പാടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം കോഴികളെയും എല്ലാത്തിനും വളർത്തുന്ന വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതേപോലെ കുറച്ച് കോഴികളെ കൊണ്ടുവന്നു. അവിടെ മൂത്തോനെ കോഴീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുവന്നത് ഇവിടെ വളർത്താൻ തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങും മാമനോട് കോഴീനെ വേണമെന്ന്. അങ്ങനെ കോഴീനെ കുറച്ച് ഒരു 5-6 കൊണ്ടുവന്നു. അതിൽ നിന്നാട്ടെ നമ്മളിപ്പോൾ ഇത്രയും കോഴികളെ കാട്ടിയത്. അത് എല്ലാ കോഴികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആദ്യം ഒക്കെ എന്താ പറയുക, ഇന്നിപ്പോൾ നമ്മൾ ഒല്ലൂർ ഹാച്ചറിയിൽ കൊണ്ട് വിരിയിക്കണ പോലെ അന്ന് വിരിയിച്ചിരുന്നില്ല. എല്ലാവരും ഇവിടെ തന്നെ അവിടെ ഇരുന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ആയാണ് ഇത്രയധികം കോഴികൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അഴിച്ചിട്ട് വളർത്തണ കാരണേ പലതരം കോഴികൾ തന്നെയായിരുന്നു. അതായത് നമ്മൾ ഒരു സ്ഥലത്തും കാണാത്ത കോഴികളുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പല ക്രോസ് ചെയ്തിട്ട്, അത് കൊത്തുകോഴിയും നമ്മുടെ നാടൻ കോഴിയായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ പല വെറൈറ്റികളായിരുന്നു. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വാഴ വെച്ചത് ഒരു 300 വാഴ വെച്ചിട്ടുണ്ട് ഷായിട്ടിൽ. ആ 300 വാഴയുടെ കുഴി തന്നെ കുത്തി തന്നെ വെച്ച വാഴകളാണ്. അന്ന് ഷായിട്ട് കടയിൽ പോണ സമയമാണ്. പക്ഷെ ഈ 300 വാഴ ഞാൻ നനച്ചിരുന്നു. വാഴ വെച്ചതും ആ സമയത്തുള്ള പച്ചക്കറി നമ്മുടെ മാതൃഭൂമി ചാനലിൽ വന്നിട്ടുണ്ട്. അന്ന് ഒരു 12 കൊല്ലം മുൻപ്, അല്ല 11 കൊല്ലം മുൻപ് മാതൃഭൂമി ചാനലിൽ കൃഷിപ്പാട് അങ്ങനത്തെ ഒരു പരിപാടിയില് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ആൽബം എടുക്കുമ്പോഴാണ് ഞങ്ങളത് അന്നത്തെ ആ ഒരു മാതൃഭൂമി ചാനലിൽ വന്ന കാര്യം കൂടി ഓർക്കണത് കേട്ടോ. ഇങ്ങനെ മനസ്സിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അന്ന് 300 വാഴ ഫുള്ള് ഞാൻ നനയ്ക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പണി എന്ന് പറയുന്നത് ഒന്നൊരു പണിയല്ല. പിന്നെ എനിക്കൊരു എക്സ്ട്രാ പണി എന്ന് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട്
എഡിറ്റ് ചെയ്യായിരിക്കും. കാരണം നമ്മൾ വീഡിയോ പിടിക്കുന്നതും എഡിറ്റ് ചെയ്യണതും എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് എനിക്കൊരു സമയം. കാരണം ഈ പിടിച്ച വീഡിയോ മുഴുവൻ ഞാൻ ഫുള്ള് കണ്ടിരിക്കണമല്ലോ. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പിടിച്ചിട്ടുണ്ടാവും വീഡിയോ. ആ വീഡിയോ മുഴുവൻ കണ്ട് അതിൽ നിന്ന് വെട്ടി ചെറുതാക്കിയിട്ട് വേണമല്ലോ ഒരു വീഡിയോ ആക്കിയിട്ട് പോകാനായിട്ട്. അവിടെയാണ് കുറച്ച് പണി തോന്നിയിട്ടുള്ളത്. പണിയായിട്ട് ഞാനിങ്ങനെ മൊബൈൽ നോക്കാത്ത ആളായിരുന്നു സത്യം. അത് മൊബൈൽ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഷായുടെ മൊബൈൽ നോക്കും, അതിൽ നോക്കിയിരിക്കാൻ ഇഷ്ടം. എനിക്ക് കൈ കൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. ഞാനുണ്ടല്ലോ 24 മണിക്കൂർ മൊബൈലിലുള്ള പോലെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ മൊബൈലിൽ. അങ്ങനെ ഏറ്റവും മാറ്റം വന്നു. കാരണം വേറെ കാണല്ല, നമ്മുടെ കാര്യങ്ങൾ തന്നെ എന്താ പറയുക കമൻറ്റ് കൊടുക്കലും അതല്ലെങ്കിൽ ബാക്ക് എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടിട്ടാ. പിന്നെ എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നത് ആരാന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ കമൻറ്റിൽ കൂടെ. ഷായേട്ടനാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരിക. അതല്ല, ഷായേട്ടന് ഫ്രീ ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡ് വെച്ച് പിടിക്കും. ഞങ്ങൾ 2 പേരും വീഡിയോയുടെ മുന്നിൽ വരാണെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിടിച്ചു തരും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർമ്മകൾക്കാണ് ശരിക്കും ഏറ്റവും എന്താ പറയുക, നമ്മൾ പറയില്ല ഓർമ്മകൾക്ക് ഏറ്റവും സുഗന്ധം എന്ന് പറയണ പോലെ. ശരി തന്നെ കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ആൽബമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.